ഗുഡ് മോർണിംഗ് ആണ്. മാർക്കറ്റ് ഏകദേശം ഒരു 7:45 സമയം എടുക്കുകയാണെങ്കിൽ 7:45 സമയം എടുക്കുമ്പോൾ ഏകദേശം 17 പോയിൻ്റ് അപ്പ് ട്രെൻഡ് കാണിക്കുന്നു. എന്നാൽ കാലത്ത് കുറച്ച് നേരത്തെ 10 പോയിൻ്റ് ഡൗണും കാണിച്ചിരുന്നു. ഒരു ന്യൂട്രലാണ് വന്നിരിക്കുന്നത്. ന്യൂട്രൽ എന്നുള്ള കൺസെപ്റ്റ് ഇതിനെടുക്കാം. അപ്പോൾ മാർക്കറ്റ് വലിയൊരു നെഗറ്റീവ് പോകാനുള്ള ഒരു ന്യൂസ് ഇല്ല, വലിയ പോസിറ്റീവ് പോകാനുള്ള ന്യൂസും ഇല്ല. നെഗറ്റീവിന് കൂടുതൽ സ്ട്രെങ്ത് ഉണ്ട്. കാരണം എപ്പോഴും മാർക്കറ്റിൽ നെഗറ്റീവ് സ്ട്രെങ്ത്തിൽ വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ബീറ്റ വാല്യൂയിൽ നമുക്ക് കുറച്ച് മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. ആ സമയം അപ്പ് ട്രെൻഡിന് അപ്പോൾ ഇത് എനിക്ക് പറഞ്ഞാൽ ഒരു റേഞ്ച് ഓഫ് ട്രേഡിങ്ങിൽ അപ്പ് ആൻഡ് ഡൗൺ സംഭവിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു സമയം താഴത്തേക്കും പോകാം, ഒരു സമയം മുകളിലേക്കും പോകാം. അത് മനസ്സിലായിരിക്കുക. അപ്പോൾ നമ്മൾ ഒരു ടിപ്സ് അല്ലെങ്കിൽ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് പ്രധാനമാവണം. പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ഫാസ്റ്റായിരിക്കണം. നമുക്ക് എക്സ്ട്രീം ഒരു ഓപ്ഷൻ പിടിച്ചിട്ട് ഒരാൾക്ക് 1000 രൂപ 800 രൂപ പ്രോഫിറ്റ് കിട്ടുന്നു. 800 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അയാൾ വിചാരിക്കുന്നു 800 പോലെ ഒരു 2000 രൂപ കിട്ടണമെന്ന്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരെണ്ണം പിടിച്ച ആളും ഇവിടെ 25 എണ്ണം പിടിച്ച ആൾ നിൽക്കണമെന്ന് മറക്കരുത്. ഇപ്പോൾ 25 എണ്ണം പിടിച്ചാൽ 25 × 800. ഓക്കെ, നോക്കൂ, ഇതാണ് ഗെയിം. അപ്പോൾ ഒരു ചെറിയൊരാൾ ചെറിയ ലാഭം മാത്രമേ, ഞാൻ പറഞ്ഞു എന്ന് ഉദ്ദേശിച്ച് ഒരെണ്ണം വാങ്ങുന്നവരെ സംബന്ധിച്ച് അവർക്കൊരു 700-800 രൂപ അതാണ് അവർക്കൊരു ടാർഗറ്റ് ഉള്ളൂ. 2 എണ്ണം വാങ്ങാൻ വെച്ചാൽ ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ഐഡിയലായിട്ട് നമ്മൾ ഐഡിയ ഷെയർ ചെയ്യുന്നുള്ളൂ. ഒരെണ്ണം വാങ്ങുന്നവരെ സംബന്ധിച്ച് 700-800 രൂപ കട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു മാർക്കറ്റിന് നല്ലത്. പിന്നെ അടുത്തൊരു നെഗറ്റീവ് ന്യൂസ് വന്നത് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിജിറ്റൽ ഗോൾഡ് എന്ന് വെച്ചിരുന്നത് പുറത്തെ രാജ്യത്തെ ഡിജിറ്റൽ ഗോൾഡ്. ഓക്കെ, ഈ ഡിജിറ്റൽ ഗോൾഡ് ഇതൊരു ട്രേഡിംഗ് ആയിട്ടാണ് അവിടെ കാണുന്നതുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടും കാണുന്നുണ്ട്. പക്ഷേ ഇത് ട്രേഡിംഗ് ആയിട്ട് കാണുന്ന ഡിജിറ്റൽ ഗോൾഡ് കണ്ടമാനം കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് സെബി പറയുന്നു. അതുകൊണ്ട് വേറെ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ ഡിജിറ്റൽ ഗോൾഡിൽ സൂക്ഷ്മത വേണം എന്ന് പറയുന്നു. ഒരു ഉത്തരവാദിത്വം ഇതിലില്ല, നിങ്ങളുടെ ക്യാഷ് നശിച്ചു പോകാം എന്നുള്ള കാര്യം സെബി ഇന്ന് ഇവിടെ 2-3 സ്ഥലത്തായിട്ട് ഇന്ന് വളരെ ഗൗരവമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് അങ്ങനെ ഗോൾഡിൽ വലിയ അപ്പും ഡൗൺസൊക്കെ വരുമ്പോൾ ഈ പർട്ടിക്കുലർ കമ്പനികളൊക്കെ നിലനിൽക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അത് ബീഹാറിൻ്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ദിവസം 14 നവംബറാണ്. അപ്പോൾ ഇത് മാർക്കറ്റിനെ ബാധിക്കാനുള്ള മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസുകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടിയ ഏരിയകളാണ് 14. അടുത്തൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ഗുഡ് ന്യൂസിലേക്ക് വരുന്നു പറയുന്നു, സെനറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ഒരു ബില്ല് പാസ്സാവുന്നത് അത് പിന്നെ 2 മാസത്തേക്ക് ആ ബില്ല് 2 മാസം അത് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബില്ല് പാസ്സാവാൻ സാധ്യതയുണ്ടെന്നുള്ള ന്യൂസോടുകൂടി അമേരിക്കൻ മാർക്കറ്റ് വെള്ളിയാഴ്ച റിക്കവറി വന്നിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും റിക്കവറി വന്നു ഈ ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ നിന്നൊരു അമേരിക്കയിൽ നിന്നൊരു പോസിറ്റീവ് ന്യൂസാണ് വരുന്നത് എന്ന് പറയാം. പിന്നെ ട്രംപും ഏകദേശം കുറച്ച് സൗമ്യനായി മാറി എന്നും പറയാമല്ലോ. അപ്പോൾ ടോട്ടൽ ഒരു ഗുഡ് ന്യൂസാണ്. ഷട്ട് ഡൗണിൽ ഒരു ഗുഡ് ന്യൂസുകൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും പോസിറ്റീവാണ്. അടുത്തൊരു ഗുഡ് ന്യൂസായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഗുഡ് ന്യൂസായിട്ട് എടുക്കാവുന്നതാണ് ഗോൾഡ്മാൻ റൈസസ് ഇന്ത്യ വെയിറ്റേജ്. അപ്പോൾ ഏകദേശം 29,000-ലേക്ക് മാർക്കറ്റ് പോകുന്നതാണ് മാർക്കറ്റിൽ പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് വരുന്നത്. അപ്പോൾ ഗോൾഡ്മാൻ ഇത് 29,000-ലേക്ക് ഇവർ ബാക്ക് പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ സംബന്ധിച്ച് നല്ലതാണല്ലോ. കാരണം ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്.
ഇത് തന്നെ മാർക്കറ്റിന് എന്നൊരു അപ് ട്രെൻഡ് ഉണ്ടാക്കാൻ നല്ലൊരു ന്യൂസും കൂടിയാണ് കേട്ടോ. കല്യാൺ ജുവല്ലേഴ്സ് വാച്ച് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും. സ്വിഗ്ഗിയും അതുപോലെ ന്യൂസ് ബേസ്ഡ് വാച്ചിങ് കൗണ്ടറാണ് കാലത്ത് തന്നെ. അപ്പോൾ ശ്രദ്ധിക്കാം, മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺസിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.